നമസ്കാരം. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ജനമനസ്സറിയാൻ ഇനി 14 നാളുകൾ മാത്രം. കൂട്ടിക്കീഴ്ച തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കണക്കുകളെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഒന്നൊഴിയാതെ പയറ്റുന്നുണ്ട് മുന്നണികൾ. നാളെ സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രം കൂടി തെളിയാനിരിക്കെ ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ ഈ സ്ഥാനാർത്ഥികൾക്ക് പണി നൽകുന്ന അപരന്മാർ, അവരെ ഒഴിവാക്കിയെടുക്കാനുള്ള തത്രപ്പാടിലാണ് കക്ഷികളെല്ലാം. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നുള്ള താരപ്രചാരകരടക്കം ഇന്നു മുതൽ കളത്തിൽ സജീവമാകുമ്പോൾ പ്രചാരണം കൊടുമ്പിരി കൊള്ളുമെന്നുറപ്പാണ്. പുറത്തും നല്ല ചൂടാണ്. കാലാവസ്ഥാ വകുപ്പിൻ്റെ കൃത്യമായ മുന്നറിയിപ്പുകളുണ്ട്. അത് പാലിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. തലക്കെട്ടുകളിലേക്ക്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. UDF പ്രചാരണത്തിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട്. പൊതുസമ്മേളനം വൈകിട്ട് 4-ന്. പ്രചാരണ റാലിയിലും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പ്രചാരണത്തിനായി കൊല്ലത്ത്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പാലക്കാട് പ്രചാരണത്തിന്. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം കോട്ടയത്ത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അന്തിമ ചിത്രം നാളെ തെളിയും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നാളെ. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളിയത് 354 പത്രികകൾ. അപരഭീഷണി ഒഴിവാക്കാൻ മുന്നണികളും സ്ഥാനാർത്ഥികളും. ടെഹ്റാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിൽ സൈനിക വിന്യാസം കൂട്ടാൻ അമേരിക്ക. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഇറാന് അനിവാര്യമായിരിക്കുന്നുവെന്ന് ട്രംപ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. സംസ്ഥാനത്ത് പാചകവാതക ക്ഷാമം പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടികൾ ഫലം കാണുന്നില്ല. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിൽ വ്യാപാരികൾ. ആശങ്കയായി വിറകിന്റെ വിലയിലും വർധനവ്. സംസ്ഥാനത്ത് ചൂട് കൂടുന്നു. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. എല്ലാ ജില്ലകളിലും 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടും. മുഹമ്മദ് സലാ ലിവർപൂൾ വിടുന്നു. ഈ സീസൺ അവസാനത്തോടെ ക്ലബ് വിടുമെന്ന് സൂപ്പർ താരം. ലിവർപൂളിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ സലാ ടീം വിടുന്നത് 1 വർഷത്തെ കരാറിനു ശേഷം. IPL ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ സ്വന്തമാക്കി. ആദിത്യ ബിർള ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കൺസോർഷ്യം. തിരഞ്ഞെടുപ്പ് വാർത്തകളിലൂടെ തന്നെ തുടങ്ങുകയാണ്. പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ആഴ്ച, 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ മുന്നണികൾ ആവേശ പോരാട്ടത്തിൽ തന്നെയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോടെത്തും. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം ഇന്ന് കോട്ടയത്തുണ്ട്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പ്രചാരണത്തിനായി കൊല്ലത്ത് എത്തുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, 2 കാര്യങ്ങളാണ് പ്രധാനമായും. ഈ സൂചിപ്പിച്ചതുപോലെ നാളെയാണ് സൂക്ഷ്മപരിശോധനയ്ക്ക് പൂർത്തിയാക്കി പത്രിക പിൻവലിക്കാനുള്ള ഒരു അവസാന തീയതി. ഏതാണ്ട് നാളെ വൈകിട്ടാകുമ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ ഒരു അന്തിമ ചിത്രം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അത് മനസ്സിലാക്കാനായി സാധിക്കും. ഇപ്പോഴും ഏറ്റവും വലിയൊരു പ്രശ്നമായി നിലനിൽക്കുന്നത് അപരന്മാരുടെ ഒരു സാന്നിധ്യം തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ. അവരെ ഒഴിവാക്കാൻ ഈ പരസ്പരം ഒരു തന്ത്രമായി തന്നെ അപരന്മാരെ നിർത്തിയ സാഹചര്യമുണ്ട് മുന്നണികൾ. ഇവരെ ഒഴിവാക്കാനുള്ള തത്രപ്പാടിലാണ് മുന്നണികൾ. തീർച്ചയായും ആകെ 2 ദിവസം, 2 ആഴ്ച, അതായത് ഇന്നത്തെ ദിവസം കൂടി കൂട്ടുകയാണെങ്കിൽ കൃത്യമായി 14 ദിവസമാണ് പരസ്യപ്രചാരണം അവസാനിപ്പിക്കാനായുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അത്യുഷ്ണത്തെ അവഗണിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തത്രപ്പാടിൽ തന്നെയാണ് സ്ഥാനാർത്ഥികൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തുക. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. റോഡ് ഷോകൾ ഒരു ഭാഗത്തുകൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെ താരപ്രചാരകരേക്ക് സംഘടിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്കാണ് ഈ നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക കഴിഞ്ഞ ദിവസം സമർപ്പിച്ച സൂക്ഷ്മ പരിശോധന സമയത്തൊക്കെ നമുക്കറിയാം പ്രമുഖർ, അത് പ്രതിപക്ഷ നേതാവായാലും രാജീവ് ചന്ദ്രശേഖറൊക്കെ ആയാലും അവരുടെ നാമനിർദ്ദേശ പത്രികകളെ ചൊല്ലിയുണ്ടായ തർക്കങ്ങൾ ഉണ്ടാകുന്നു. അത് ഒടുവിൽ ആ തർക്കം പരിഹരിക്കുന്നു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ എരത്തൂരിൽ പോലും കണ്ടതാണ് ഈ നാടകീയമായ പല രംഗങ്ങളും. ഈ പ്രമുഖർ കളത്തിലിറങ്ങുന്നിടത്തൊക്കെ തന്നെയും അപരന്മാരെ കൊണ്ട് നിറയുകയാണ്. അപരന്മാരെ പരസ്പരം മുന്നണികൾ നിർത്തുന്നത് തന്നെയാണ്. ഈ അപരന്മാരെ പരമാവധി അവരെ സമീപിച്ച് പത്രിക പിൻവലിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടും കൂടിയാണ് ഇന്നത്തെ ഒരു ദിവസം മുന്നണികളെ സംബന്ധിച്ച്. കാരണം നാളെയാണ് ഈ പത്രിക പിൻവലിക്കുന്ന അവസാന ദിവസം. അതിനു മുൻപ് പരമാവധി, കാരണം നമുക്കറിയാം പലപ്പോഴും നിർണായകമായ പല തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പുകളിലും ഈ പ്രമുഖ സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് പോലും ഏറ്റവും ക്രൂഷ്യലാകുന്നത് ഈ അപരന്മാർ നേടുന്ന വോട്ടുകൾ തന്നെയാണ്. അതുകൊണ്ട് അതേ പേരിൽ തന്നെയാണ് ചില ഇരിശേരികളുടെ വ്യത്യാസം പോലും ഇല്ലാതെ ചില പ്രമുഖർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി മണ്ഡലങ്ങളിലൊക്കെ തന്നെയും അതേ ഇനിഷ്യൽ ഉൾപ്പെടെയുള്ള അപരന്മാർ പോലും ഉണ്ട്. അപ്പോൾ ഇവരെ പരമാവധി അനുനയിപ്പിച്ചാലും ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്തിരിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്നും നാളെയും എന്ന് പറയുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പേ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന സമയപരിധിയാണ്. അതിനുശേഷം അറിയാൻ പറ്റും സംസ്ഥാനത്ത് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് നാളെ വൈകിട്ടോടുകൂടി അറിയാൻ കഴിയും. കാരണം അതിൻ്റെ ഒരു തത്രപ്പാട് ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനപ്പുറത്തേക്കും പ്രചാരണം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. താരപ്രചാരകരൊക്കെ തന്നെയും കളത്തിലിറങ്ങുകയാണ്. ഇന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുന്നു. അദ്ദേഹം കോഴിക്കോട് റാലിയിലൊക്കെ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ താരപ്രചാരകരായ പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളൊക്കെ തന്നെയും കളം പിടിക്കുകയാണ്. അതോടൊപ്പം തന്നെ BJP-യിലായാലും സ്ഥിതി വ്യത്യസ്തമല്ല. നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഞായറാഴ്ച അദ്ദേഹം വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പിന്നാലെ തന്നെ അമിത്ഷാ അടക്കം JP നദ്ദ അടക്കമുള്ള നേതാക്കൾ എത്തുന്നു. ഇന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കളം പിടിക്കുകയാണ്. കൊല്ലത്താണ് എത്തുന്നത്. പുനലൂരിലെ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിലടക്കം പങ്കെടുക്കുന്നു. ഈ റോഡ് ഷോ ഉൾപ്പെടെയുള്ള റാലികളിലൊക്കെ പങ്കെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എല്ലാവരും തന്നെ ഓരോരുത്തരായി ദേശീയ നേതാക്കളൊക്കെ തന്നെ 3 മുന്നണികളിലും ഇവിടെ എത്തുകയാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം അത് ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെത് കോട്ടയത്താണ് ഇന്ന് അദ്ദേഹത്തിന്റെ പര്യടനം. ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എല്ലാ ജില്ലകളിലും പര്യടനം നടത്തുമ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെയും പാലക്കാടാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പര്യടനം. അങ്ങനെ പ്രമുഖരൊക്കെ തന്നെ അത് സംസ്ഥാനത്ത് തന്നെ മുന്നണികളെ നയിക്കുന്ന പ്രമുഖരുടെ പര്യടനം. അവർക്ക് ഏറെക്കുറെ എല്ലാ മുന്നണികളുടെ നയിക്കുന്നവരൊക്കെ തന്നെ സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രിയായാലും സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായും തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതായത് താരപ്രചാരകർ കൂടി എത്തുന്നതോടുകൂടി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഒരു സ്റ്റാർഡം ഫേസിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും രാഹുൽ ഗാന്ധി ഇന്ന് എത്തുമെന്ന് പറയുമ്പോൾ നമുക്കറിയാം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രഖ്യാപനങ്ങൾ, കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ KSRTC ബസ്സിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയടക്കം, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധി ആകർഷകമായ പദ്ധതികളടക്കം അദ്ദേഹം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശദീകരണം ഒരുപക്ഷെ ഇന്നിപ്പോൾ കോട്ടയത്ത് അദ്ദേഹം നടത്തുന്ന ആ പ്രചാരണത്തിൽ ഉണ്ടാകും. സ്വാഭാവികമായും പരമാവധി കളം പിടിക്കാൻ ദേശീയ നേതാക്കളെ അടക്കം ഇറക്കി ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി കളം പിടിക്കാനുള്ള നീക്കം തന്നെ മുന്നണികൾ നടത്തുന്നു. തീർച്ചയായും ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അവരുടെ പ്രകടന പത്രിക ഔദ്യോഗികമായി പുറത്തിറങ്ങാനിരിക്കുന്നതാണ്. അതന്ന് പ്രതിപക്ഷ നേതാവിന്റെ റാലി അവസാനിപ്പിക്കുന്ന ഒരു ദിവസമാണ്. അതിനുശേഷം അന്നു മുതൽ അവർ കളത്തിലേക്ക് ഇറങ്ങുന്നൊരു ദിവസമായതുകൊണ്ട് അന്നൊരു പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ കാത്തിരിക്കുന്നത് പ്രകടന പത്രിക. അത് 3 മുന്നണികളുടെയും പ്രകടന പത്രിക വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ പ്രകടന പത്രികയാണ് അവസാന ലാപ്പിലൊക്കെ ആകും ഏറെക്കുറെ പ്രകടന പത്രികയ്ക്ക് പുറത്തിറങ്ങുന്നത്. അവിടെയാണ് 3 മുന്നണികൾ എന്ത് വാഗ്ദാനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വെക്കാൻ പോകുന്നത്. വോട്ടർമാർക്ക് മുന്നിൽ, ജനങ്ങൾക്ക് മുന്നിൽ എന്ത് വാഗ്ദാനങ്ങളാണ് അവർ ഭരണം കിട്ടുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടെ എന്തായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്നതടക്കമുള്ള അത് ഒരു 1-2 ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ പ്രകടന പത്രിക 3 മുന്നണികളുടെ പുറത്തിറങ്ങാൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒപ്പം തന്നെ പറഞ്ഞതുപോലെ തന്നെ ഈ ഏറ്റവും വളരെ കുറഞ്ഞ ദിവസം, വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെയും പരമാവധി കളം പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഈ നേതാക്കളൊക്കെ തന്നെയും തത്രപ്പാട് നടത്തുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രമുഖരൊക്കെ തന്നെയും സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ തന്നെ എല്ലാ ജില്ലകളിലും മുന്നണികളെ നയിക്കുന്നവരൊക്കെ സ്ഥാനാർത്ഥികളാണെങ്കിൽ അവരുടെ സ്വന്തം മണ്ഡലത്തിനപ്പുറത്തേക്ക് അവർക്ക് മറ്റു ജില്ലകളിലൊക്കെ പര്യടനം നടത്തുക എന്നൊരു ദൗത്യം കൂടി അവരുടെ ഭാഗത്തുണ്ട്. അതാണ് ഈ പ്രതിപക്ഷ നേതാവായാലും മുഖ്യമന്ത്രി ആയാലും ജില്ലകളിലുടനീളം അവർക്ക് പര്യടനം നടത്തുക എന്നത് അതിനപ്പുറത്തേക്കുള്ളതാണ്. എങ്കിൽ പോലും അവർക്ക് സ്വന്തം മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കാൻ സമയം കിട്ടാതെ പരമാവധി ഈ ദിവസം, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വോട്ടർമാരുടെ അടുത്തേക്ക് എത്തുക, ആ ഒരു തരംഗം ഉണ്ടാക്കുക, ജനവികാരം കയ്യിലെടുക്കുക. അതിനപ്പുറത്തേക്കാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊക്കെ മറുപടി പറയുക. എല്ലാ അർത്ഥത്തിലും സംസ്ഥാന രാഷ്ട്രീയ മുന്നണികളെ ഏറ്റവും ചുരുങ്ങിയ നിർണായകമായി 14 ദിവസം എന്ന് പറയുന്നത് ആരാകും പ്രചാരണത്തിൽ മേൽക്കൈ നേടുക, ആ മേൽക്കൈ നേടുന്നതിന് വേണ്ടി മത്സരത്തിന് വേണ്ടിയുള്ള ഒരു തത്രപ്പാട് തന്നെയായിരിക്കും സ്വപ്ന.
അൺഫിൽ ഡിസൂസയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്ന പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇനിയിപ്പോൾ നാമനിർദ്ദേശ പത്രിക അതിൻ്റെ സൂക്ഷ്മ പരിശോധന കഴിയുന്നു. ഒപ്പം പത്രിക പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിയുമ്പോൾ നാളെ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഏതാണ്ട് ഒരു ചിത്രമൊക്കെ നമുക്ക് കൃത്യമായി ലഭിക്കും. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ അപരന്മാരുടെ കാര്യം തന്നെയാണ്. പല മണ്ഡലങ്ങളിലും ഒരുപാട് മണ്ഡലങ്ങൾ ഈ സൂചിപ്പിച്ചതുപോലെ ചെറിയ ലീഡിലൊക്കെ ഉള്ള ജയപരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അവിടെയൊക്കെയാണ് ഒരുപക്ഷേ ഈ അപരന്മാർ നിർണായകമാകുന്നത്. അത് പരമാവധി ഒഴിവാക്കി എടുക്കാനുള്ള ഒരു നെട്ടോട്ടത്തിൽ തന്നെയാണ് രാഷ്ട്രീയ കക്ഷികൾ. ഒപ്പം ദേശീയ നേതാക്കളടക്കം തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കാനായി സംസ്ഥാനത്ത് എത്തുകയാണ്. എന്തായാലും സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ LDFനെ സംബന്ധിച്ച് CPMനെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരകൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇന്നിപ്പോൾ കോട്ടയം ജില്ലയിൽ വിവിധ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ 10-ന് CPM കാഞ്ഞിരപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹം കാണുന്നുണ്ട്. തുടർന്ന് 11-ന് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിൽ തോംസൺ മൈതാനത്ത് ആദ്യ പൊതുയോഗം. വൈകിട്ട് 4-ന് ചങ്ങനാശ്ശേരി, 5-ന് ഏറ്റുമാനൂർ, 6 മണിക്ക് പാല എന്നിവിടങ്ങളിലും പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, കഴിഞ്ഞ 2 ദിവസമായി മുഖ്യമന്ത്രി തന്നെയാണ് തിരഞ്ഞെടുപ്പ് ഗോതയിലെ പ്രധാന താരം. അദ്ദേഹം പറയുന്ന വാക്കുകൾ, അദ്ദേഹത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ പലതുമല്ല ഏറെയും വിവാദങ്ങളായി മാറുന്ന സാഹചര്യം. അതിനുള്ള പ്രതികരണങ്ങളുമായി പ്രതിപക്ഷ കക്ഷികളടക്കം എത്തുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം കോട്ടയത്ത് എവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നടക്കുന്നു, എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു? സ്വപ്ന, കോട്ടയം ജില്ലയിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ വളരെ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കാരണം മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളൊന്നും എന്ന് തന്നെ പറയാം. കാരണം അത് കേരള കോൺഗ്രസിൻ്റെ സാന്നിധ്യം കൊണ്ടാണ്. കേരള കോൺഗ്രസ് എം ഇവിടെ ആകെയുള്ള 9 സീറ്റുകളിൽ 5 സീറ്റിൽ കേരള കോൺഗ്രസ് എം കോട്ടയം ജില്ലയിൽ മത്സര രംഗത്തിറങ്ങുമ്പോൾ ഇവിടെ താരപ്രചാരകനായി സ്വപ്നം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയുടെ ഏറ്റവും വലിയ താരപ്രചാരകനായ മുഖ്യമന്ത്രി തന്നെ ഇവിടേക്ക് എത്തുന്നു. മുമ്പ് സൂചിപ്പിച്ചതുപോലെ രാവിലെ കാഞ്ഞിരപ്പള്ളി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം മാധ്യമങ്ങളെ കാണും. രാവിലെ 10 മണിക്കാണ് മാധ്യമങ്ങളെ കാണുക. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ആനുകാലിക രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായും പരാമർശിക്കുമെന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയ CPM BJP ഡീല് എന്നുള്ള വിഷയങ്ങളിൽ ഇന്നലെയും അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു. എന്നാൽ ആ ഒരു വിഷയം വിടാതെ UDFും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും ഈ വിഷയത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ വീണ്ടും തുടർച്ചയായി മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ സംസ്ഥാനം കണ്ട വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്നു വന്ന വിവിധ വിവാദങ്ങളിൽ, അതായത് UDF ഉയർത്തിയിരിക്കുന്ന അധികാരത്തിൽ വരുവാണെങ്കിൽ നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അടക്കം ഉള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു മറുപടി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് പ്രധാനമായും 4 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് കാഞ്ഞിരപ്പള്ളിയിൽ തന്നെയാണ്. 11 മണിക്ക് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവലയിലും വൈകിട്ട് 4 മണിക്ക് ചങ്ങനാശ്ശേരി 2 നമ്പർ ബസ് സ്റ്റാൻഡിൽ നടക്കുന്ന യോഗത്തിലും പങ്കെടുക്കും. കാഞ്ഞിരപ്പള്ളിയിൽ നടക്കുന്ന യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ മണ്ഡലങ്ങളിലെ ഇടത് സ്ഥാനാർത്ഥികളായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ഡോക്ടർ N ജയരാജ് എന്നിവരും, ചങ്ങനാശ്ശേരിയിൽ നടക്കുന്ന യോഗത്തിൽ ചങ്ങനാശ്ശേരിയിലെ ഇടത് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിളും പങ്കെടുക്കും. അതിനുശേഷം 5 മണിക്ക് ഏറ്റുമാനൂരിൽ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. 5 മണിക്ക് നടക്കുന്ന പൊതുയോഗത്തിൽ ഏറ്റുമാനൂരിലെ ഇടത് സ്ഥാനാർത്ഥി VN വാസവൻ, അതുപോലെ തന്നെ പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്നുള്ള ഇടത് സ്ഥാനാർത്ഥി KM രാധാകൃഷ്ണൻ, കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് K അനിൽകുമാർ, കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും നിർമ്മല ജിമ്മി, അതേപോലെ തന്നെ വൈക്കം മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി P പ്രദീപ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരു യോഗം നടക്കുന്നത് പാലായിലാണ്. പാലായിൽ വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന പൊതുയോഗത്തിൽ പ്രധാനമായും ജോസ് കെ മാണി എം പിയുടെ അതായത് ഇടത് സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായാണ് അദ്ദേഹം പാലായിലേക്ക് എത്തുന്നത്. ഈ യോഗം തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം പാലായിലെ ഒരു രാഷ്ട്രീയം ഏറ്റവും ശ്രദ്ധേയമാണ്. ഇവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്ന ഒരു മണ്ഡലമാണ്. ജോസ് കെ മാണി MP ഇടതുമുന്നണിക്ക് വേണ്ടി മത്സര രംഗത്തിറങ്ങുമ്പോൾ സിറ്റിംഗ് MLA ആയ മാണി കാപ്പൻ ഇവിടെ മത്സരിക്കുന്നു. അതേപോലെ തന്നെ BJPക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോൺ ജോർജ് മത്സരത്തിന് ഇറങ്ങുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് പാലായിലും മുഖ്യമന്ത്രി എന്തായിരിക്കും പറയുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന നിലയിൽ തന്നെ പാലായിലെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് യോഗവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ 4 തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും
മുഖ്യമന്ത്രി എന്തൊക്കെ വിഷയങ്ങളായിരിക്കും അഭിസംബോധന ചെയ്യുക. ഏതായാലും മുമ്പ് അൺഫിലിറ്റ് സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറങ്ങിയിട്ടില്ല. എന്നാൽ പോലും സർക്കാർ നടപ്പാക്കിയ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇടത് സർക്കാർ സംസ്ഥാനത്ത് നടപ്പാക്കിയ വിവിധ വികസന പദ്ധതികളെക്കുറിച്ചുള്ള വിശദീകരണത്തിനൊപ്പം ആനുകാലിക രാഷ്ട്രീയവും പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളിൽ കണ്ടത്. ഇന്നലെ ഇടുക്കി ജില്ലയിലെ പരിപാടികളിലും അത്തരം വിഷയങ്ങളെല്ലാം ശക്തമായി പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും പൊതുയോഗങ്ങളും ഒക്കെ നടന്നത്. ഏതായാലും ഇന്ന് തീർച്ചയായും അത് തന്നെയാണ് കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പര്യടനം ഇന്നിപ്പോൾ കോട്ടയം ജില്ലയിലാണ്. വിവിധ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. അദ്ദേഹം ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു എന്നതിൽ കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. ഈ സീറ്റുകളിലെ ഡീൽ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള വിവാദം സംസ്ഥാനത്ത് കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ ഒരു വിവാദം ഉയർത്തിവിട്ടത്, എടുത്തു പറയുന്നത്, ആവർത്തിക്കുന്നത്. എന്തായാലും BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ 2020 നൽകിയ ആ ഒരു സാഹചര്യം അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതിപ്പോൾ ഉറപ്പിച്ചു പറയുകയാണ്, അങ്ങനെ തന്നെ അത് സംശയാസ്പദമാണെന്ന് പറയുകയാണ് മുൻ DGP TP സെൻകുമാറും. 19 മണ്ഡലങ്ങൾ 2020 നൽകിയതിൽ BJPക്കുള്ളിൽ വലിയൊരു വിഭാഗത്തിന് അസംതൃപ്തിയുണ്ടെന്നും സെൻകുമാർ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. അത് NDAക്ക് 19 സീറ്റ് NDAയുടെ ഒരു സഖ്യകക്ഷിയായിട്ട് എടുത്തുള്ള 2020 കൊടുത്തത് തീർത്തും തെറ്റായിട്ടൊരു കാര്യമാണ്. കാരണം 14 സീറ്റാണ് പരമാവധി എറണാകുളം ജില്ലയിലുള്ളത്. ആ 14 സീറ്റിൽ 10-12 സീറ്റ് പരമാവധി കൊടുത്ത് ബാക്കി തൃപ്പൂണിത്തുറ പോലുള്ള സീറ്റുകൾ കൈവശം വെക്കുകയാണ് BJP ചെയ്യേണ്ടിയിരുന്നത്. എനിക്കറിയില്ല ഇവരുടെ എന്താണ് തന്ത്രമെന്ന്. ഈസി ആയിട്ട് ജയിക്കുന്ന ഒരു മണ്ഡലം 2020 കൊടുക്കുന്നു. കൊടുങ്ങല്ലൂർ പോലെ ഒരു A ക്ലാസ് മണ്ഡലം 2020 കൊടുക്കുന്നു. അതുകൂടാതെ മറ്റ് 17 മണ്ഡലങ്ങളും. എന്നാൽ 2020 അഖിൽമാരാരെ പോലും തൃപ്പൂണിത്തുറയിൽ ഇടുന്നില്ല എന്നുള്ളതാണ് അതിലും അത്ഭുതകരമായ കാര്യം. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും സംശയമുണ്ട്. കാരണം 2020 ഈസ് എ വെരി ലോക്കൽ പാർട്ടി. ലോക്കൽ പാർട്ടി നമ്മൾ കഴിഞ്ഞ തവണത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും കണ്ടതാണ് അവർക്ക് എത്ര സ്വാധീനം ബാക്കി എല്ലാ സ്ഥലത്തും ഉണ്ടെന്നുള്ളത്. ആ തൃപ്പൂണിത്തുറ സീറ്റ് ഒരു വിന്നബിൾ സീറ്റാണ്. അപ്പോൾ ആ സീറ്റ് കൊടുത്ത് ഇതൊരു പ്രഹേളികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 2020 ആയിട്ടുള്ള അലയൻസും അതുകൂടാതെ ഈ 19 സീറ്റ് കൊടുത്തതും അതിൽ തന്നെ പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറയും കൊടുങ്ങല്ലൂരും കൊടുത്തതും എനിക്ക് മനസ്സിലാകാത്ത കാര്യമാണ്. പേഴ്സണലി ഐ ഒബ്ജക്റ്റ് ടു ദാറ്റ്. സംഘ് പരിവാർ കാഡേഴ്സിന് എല്ലാത്തിനും വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഗതിയാണ് അവർ. BJPക്കുള്ളിൽ തന്നെയും ഇന്ത്യക്കുള്ളിൽ തന്നെയും ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരികയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ഈ വിഷയങ്ങൾക്കപ്പുറം ജനകീയ വിഷയങ്ങൾ ചർച്ചയാകണം. അതാണ് സാധാരണക്കാരുടെ ആവശ്യം. തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു വിമർശനമാണ് ജനകീയ വിഷയങ്ങളല്ല മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെന്ന്. നമുക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെയായിരിക്കും ജനകീയ വിഷയങ്ങൾ? ജനങ്ങളുടെ മനസ്സിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണ്? പൊതുവേ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നതും മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ മാത്രമാണോ ജനങ്ങൾക്ക് പറയാനുണ്ടാകുക? ഒരു ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് പൊതുവേ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഒരു കാര്യങ്ങൾ കേൾക്കുന്നത്, ജനകീയ വശത്ത് നിന്ന് കേൾക്കുന്നത്. അങ്ങേപ്പോലുള്ളവർ എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കാണുന്നത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ തിരഞ്ഞെടുപ്പ് കാലത്ത്? ജനങ്ങളുടെ ആവശ്യങ്ങൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നിത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണം. അതുമാത്രമല്ല, ഈ പൊതു കാര്യങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിന് തക്കതായ മറുപടിയും തക്കതായ കാര്യങ്ങളും നടക്കണം. അതിനുവേണ്ടിയൊക്കെ ഈ പുതിയ ആൾക്കാർ ജയിച്ച് വരുമ്പോൾ അതിനൊക്കെ മുൻഗണന കൊടുക്കണം. അതാണ് ശരി. അല്ലാതെ ജയിച്ച് കഴിയുമ്പോഴും തിരിഞ്ഞ് മാറി നടക്കാൻ ആളെ കാണുമ്പോൾ വേറെ വഴിക്ക് പോകുക, അതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെ മനസ്സാക്ഷി അനുസരിച്ച് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ആവുന്നതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യരുത്. നല്ല രീതിയിൽ ഭരണം നന്നാക്കി കൊണ്ടുപോകുക. അതാണ് എൻ്റെ അഭിപ്രായം. പൊതുവെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാനുണ്ടോ? ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും കയറി വരുന്നതൊക്കെ. പൊതുവെ എങ്ങനെയാണ് ഭരണത്തെ കാണുന്നതൊക്കെ? ഇപ്പം ഏറ്റവും ഇത് ഉദാഹരണം പറയാണ്. ഇപ്പം ഗ്യാസില്ല. എത്ര ജനങ്ങളാണ്, തൊഴിലാളികളാണ് പട്ടിണിയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. എത്ര സ്ഥാപനങ്ങളാണ് ഇവിടെ അടച്ചിട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കണം. ഇതൊക്കെ ചെയ്ത് ജനങ്ങളുടെ ഇടയിൽ ചെന്നിട്ട് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. തൊഴിലാളികൾ എത്ര എണ്ണം ആ പട്ടിണിയായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കുടുംബങ്ങൾ എത്ര എണ്ണം പട്ടിണിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ 10-20 ദിവസമായി ഇപ്പം കടകൾ അടച്ചിട്ടിരിക്കുക. ഇത് മനസ്സിലാക്കി എല്ലാവരും പെരുമാറണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങളൊക്കെ ഈ ഇലക്ഷനെ അങ്ങനെ നിസ്സംഗതയോട് കാണുകയാണോ? എന്താണ് അതിൻ്റെ കാര്യം? ഇല്ല, ഇലക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എറണാകുളമാണ്. നമുക്കതിനെ അനുസരിച്ചിട്ടുള്ള പാരമ്പര്യമായിട്ട് ഇവിടെ ഇവരെ വരുന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ BJP പലതവണയും വന്ന ഇവിടെ കൗൺസിലറും ഇവരൊക്കെ ആയിട്ടുള്ളൂ. ഇതേപോലത്തെ MLA അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാവരും കൂടി നടത്തിയാൽ വന്നിരിക്കും. അത്രേ ഉള്ളൂ. ഈ കഴിഞ്ഞ വർഷത്തെ ഭരണത്തേക്ക് പൊതുവെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇനി മൂന്നാം പിണറായി ടൈമൊക്കെ വരുമെന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. വല്ലതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് അവർക്കെതിരായിട്ടുള്ളൊരു ശക്തി ഇതുവരെ വന്നതായത് അറിയില്ല. പക്ഷെ അതിനൊരു ശക്തി അതിനെതിരായത് പിണറായിക്കല്ല, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് ആണെങ്കിൽ നശിച്ചുകൊണ്ട് തന്നെയാണ്. അതേസമയം അവർ എതിർത്ത് വരാനുള്ള ഒരു പാർട്ടി, ഒരു ശക്തമായ ഒരു പാർട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എത്തിയാൽ മാത്രമേ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായാലും വാർത്തകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾക്ക് ജനകീയമായ വിഷയങ്ങൾ, അവരുടെ നിത്യവൃത്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും അവരുടെ ഒരു പൊതുവായ കാര്യം അതാണ്. മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായി ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിത്യജീവിതം കാര്യക്ഷമമായി നടന്നു പോകണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത്. ക്യാമറമാൻ CS വൈജുവിനൊപ്പം ശ്രീജിത്ത് നായർ, അമൃത ന്യൂസ്, കൊച്ചി. തീർച്ചയായും ഈ വിജയത്തിലേക്ക് പല തന്ത്രങ്ങൾ പയറ്റിയാലും ജനങ്ങൾ ഇതെല്ലാം കാണുന്നു, വിലയിരുത്തുന്നു, സമകാലികമായി എന്തൊക്കെ നടത്തുന്നു, അതിലൊക്കെ അവരുടെ മനസ്സ് പതിയുന്നു. അത് വോട്ടായി തന്നെ പതിയുകയും ചെയ്യുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടങ്ങിയ യുദ്ധങ്ങളൊന്നും ഒരുപക്ഷെ അത്ര പെട്ടെന്ന് അവസാനിച്ചതായോ അല്ലെങ്കിൽ സംഘർഷങ്ങൾ അവസാനിച്ചതോ ആയ ചരിത്രം ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. അതിപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധമാണെങ്കിലും ശരി, ഇസ്രയേൽ ഹമാസ് സംഘർഷമാണെങ്കിലും ശരി, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഒരുപക്ഷെ ഇറാനും ഇസ്രയേലും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള ആ ഒരു സംഘർഷവും യുദ്ധവും ഒക്കെ. കഴിഞ്ഞ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആ വിടുവായത്തരം, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു, ആ വിടുവായത്തരം നമ്മൾ കണ്ടതാണ്. ചർച്ചകൾക്ക് ശ്രമിക്കുന്നുവെന്ന്. ഇപ്പോഴും ഔദ്യോഗികമായി യാതൊരു തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്നു. തെക്കൻ ഇറാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 12 പേർ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ട് പുറത്തുവരികയാണ്. നിരവധി പേർക്ക് പരിക്കുണ്ട്. അതിനിടെ ഇറാനിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. അമേരിക്കൻ സേനയിലെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിൽ നിന്നുള്ള ആയിരക്കണക്കിന് സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള ചർച്ചകൾക്ക് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും മേഖലയിൽ വൻതോതിലുള്ള സൈനിക സന്നാഹം കനത്ത ആശങ്കയ്ക്ക് വക നൽകുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ 5 ദിവസത്തേക്ക് ആക്രമണം ഉണ്ടാകില്ല എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ഉറപ്പു നൽകിയിരുന്നു. കൂടുതൽ ശക്തമായ ആക്രമണത്തിന് മുന്നോടിയായി ആയുധങ്ങളും സൈനിക സന്നാഹങ്ങളും ഇസ്രയേലിലെത്തിക്കാനുള്ള സാവകാശം തേടാനാണ് ഈ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനമെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഇറാന് അനിവാര്യമായിരിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നത് സംബന്ധിച്ച് ചർച്ചയായെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അതേസമയം സംഘർഷവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് വൈകിട്ട് നടക്കും. പശ്ചിമേഷ്യൻ മേഖലയിലെ യുദ്ധം ലോകത്താകെ ഊർജ്ജ പ്രതിസന്ധിക്ക് വഴിവെക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചത്. ഹോർമൂസ് കടലിടുക്ക് തുറക്കേണ്ടതിനെ സംബന്ധിച്ച് ചർച്ചയായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ ശ്രമങ്ങൾ തുടരും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിൽ അനുകൂല നിലപാടാണ് ഇന്ത്യ അറിയിച്ചത്. സംഘർഷം അവസാനിപ്പിക്കാൻ പശ്ചിമേഷ്യൻ നേതാക്കളുമായി സംസാരിച്ചതായും യുദ്ധം അപ്രതീക്ഷിത പ്രതിസന്ധികളാണ് ഉണ്ടാക്കിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. ഭാരത് के लिए भी ये स्थिति चिंताजनक है. इस युद्ध से हमारे व्यापार के रास्ते प्रभावित हो रहे हैं. इससे पेट्रोल, डीजल, गैस और फर्टिलाइजर जैसे जरूरी सामान की रूटीन सप्लाई प्रभावित हो रही है. പശ്ചിമേഷ്യൻ സംഘർഷവും പ്രതിസന്ധികളും ചർച്ച ചെയ്യുന്നതിനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. പ്രതിപക്ഷ കക്ഷി നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട് നയതന്ത്ര തലത്തിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ, പ്രതിരോധ തയ്യാറെടുപ്പ്, ഊർജ്ജ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. രാജ്യമൊട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ആ പാചകവാതക വെല്ലുവിളി, പക്ഷേ അത് പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടും പ്രതിസന്ധി തുടരുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും അടച്ചുപൂട്ടേണ്ടി വരുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് വ്യാപാരികൾ. വിറകടുപ്പിലേക്ക് മാറിയവർക്ക് ആശങ്കയായി വിറകിൻ്റെ വിലയിലും വലിയ രീതിയിൽ വർധനവുണ്ടാകുന്നുണ്ട്.
പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉടലെടുത്ത പാചകവാതക ക്ഷാമം സംസ്ഥാനത്ത് ഇപ്പോഴും തുടരുകയാണ്. ക്ഷാമത്തെ നേരിടുന്നതിനായി പല താൽക്കാലിക നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകാത്ത അവസ്ഥ. ആദ്യഘട്ടത്തിൽ പൂട്ടിയ പല ഹോട്ടലുകളും ഇപ്പോഴും തുറന്നിട്ടില്ല. മറ്റുള്ളവ ഇൻഡക്ഷൻ അടുപ്പുകളിലേക്കും വിറകടുപ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. എങ്കിലും എത്ര നാൾ ഇത്തരത്തിൽ തുടരാനാകുമെന്ന ആശങ്കയാണ്. വിറകിന്റെ ഡിമാൻഡ് കൂടിയതോടെ വിപണിയിൽ വലിയ വിലയാണ് ഈടാക്കുന്നത്. പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. വലിയ കുറ്റികൾ ലഭിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ചെറിയ കുറ്റികളെങ്കിലും ഉപയോഗിക്കാനുള്ള അനുവാദം ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സർക്കാർ തലത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരേനെ ഇതിനുള്ള അനുവാദം തന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇതുപോലെ ഗ്യാസ് ഇതിലേക്ക് മാറാൻ പറ്റുള്ളൂ. ഹോട്ടലുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. വിറക് കിട്ടാൻ വില കൂടുതലാണ്. സാധാരണ വിറവിന് പകുതി വിലയായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഇരട്ടി വിലയായി മാറിയിട്ടുള്ളൂ. ഇപ്പോൾ കിലോയ്ക്ക് 12-13 രൂപ വിലയുണ്ട്. അങ്ങനെയല്ല, ഗ്യാസിൻ്റെ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ നമുക്ക് വിറകിലോട്ട് മാറേണ്ടി വന്നു. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് തീ അടിക്കണം, പുക അടിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ രണ്ടിടത്ത് കൂടെ നിൽക്കാനും ഒക്കില്ല. പല ഹോട്ടലുകളിലും മെനു വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. ഇനിയും ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ഹോട്ടലുകൾ അടച്ചിടേണ്ടി വരുമെന്ന് വ്യാപാരികൾ പറയുന്നു. എല്ലാം ഗ്യാസിലൂടെയും പിന്നെ ഇൻഡക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഉപയോഗിച്ച് കത്തിക്കാനൊക്കെ വലിയ പാടാണ്. നമ്മുടെ സ്റ്റാഫുകളെല്ലാം ഒരു പ്രത്യേക സ്റ്റൈലിൽ ഗ്യാസ് ഉപയോഗിച്ച് നിന്നിരുന്ന സമയത്ത് ഇപ്പോൾ ഇവർ അത്രത്തോളം തൃപ്തരല്ല. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ്, കാറ്ററിംഗ് എന്നിവരെ അവശ്യ വിഭാഗങ്ങളുടെ കൂടെ പരിഗണിച്ച് 20% പാചകവാതകം അനുവദിക്കാൻ തീരുമാനമുണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകാത്ത സ്ഥിതിയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത ദിവസങ്ങൾ പലത് കഴിഞ്ഞും കിട്ടാത്ത അവസ്ഥയും സംസ്ഥാനത്തുണ്ട്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് സംസ്ഥാനത്തെ ഹോട്ടലുകൾക്കും റെസ്റ്റോറന്റുകൾക്കും പൂർണ്ണമായി പൂട്ടുവീഴാനുള്ള സാധ്യതയാണുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മീനച്ചൂട് കനക്കുകയാണ്. ചൂട് കൂടിയ സാഹചര്യത്തിൽ നാളെ വരെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട്, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. ചമയവിളക്കേന്തി അഴകോടെ പുരുഷാങ്കനമാർ. കൊല്ലം ചവറയിലെ കൊറ്റൻകുളങ്ങരയിൽ നടക്കുന്ന പുരുഷന്മാരുടെ വിളക്കെടുപ്പ് വളരെ പ്രസിദ്ധമായൊരു ആചാരമാണ്. മനസ്സിലെ ആഗ്രഹ സാഫല്യത്തിനാണ് പുരുഷന്മാർ വ്രതശുദ്ധിയോടെ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്നത്. സ്ത്രീകളെ പോലും അതിശയിപ്പിക്കുന്ന അത്രമേൽ സൂക്ഷ്മവും സുന്ദരവുമായ വേഷപ്പകർച്ചയിൽ പുരുഷന്മാർ അണിഞ്ഞൊരുങ്ങുന്നു. കൊല്ലം ചവറയിലെ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് മറ്റെങ്ങും കാണാൻ കഴിയാത്ത ഈ കാഴ്ചകൾ. പുരുഷന്മാർ സ്ത്രീവേഷം ധരിച്ച് വിളക്കുമായി ക്ഷേത്രത്തിനു ചുറ്റും വലം വയ്ക്കും. പിന്നെ അല്പനേരം കാഴ്ചക്കാർക്ക് കൗതുകമായി ദേവീക്ഷേത്ര സന്നിധിയിൽ ചുറ്റിത്തിരിയും. ആചാരവും ആത്മീയതയും ചേർന്നൊരു ദൃശ്യവിരുന്ന്. ചിലരുടെ രൂപഭാവങ്ങൾ കണ്ടാൽ ആരും പറഞ്ഞു പോകും, അഴകളവിൽ അവൻ അവളാണ്. ആദ്യമായി വിളക്കെടുക്കുന്നവരും ദേവീകടാക്ഷത്താൽ ആഗ്രഹ സാഫല്യങ്ങൾക്ക് വഴിപാടായി വർഷം തോറും മുടങ്ങാതെ എത്തുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ കൊല്ലം. ഇതിപ്പോൾ നമ്മൾ അടുത്തൊരു ചേട്ടൻ വഴി ഇവിടെ വന്ന് ഇപ്പം 3 വട്ടം വലം വെച്ച് കഴിഞ്ഞ്. ഇല്ല, ഞാൻ ഇവിടെ അമ്പലത്തിൽ വരുന്നത് ആദ്യമാണ്. വിളക്കെടുക്കാനാണ് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് വിളക്കെടുക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പാലക്കാടുണ്ട്. അപ്പം 4-5 വർഷമായിട്ട് ആളെടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞു. അപ്പം ഞാനൊരു നേർച്ച ആഗ്രഹിച്ചു. എൻ്റെ അമ്മയെ സഹായിച്ചു തന്നു. 4 ദിവസമായിട്ടുണ്ട്. കന്യാകുമാരി ശരിക്കും നാട്. എന്ത് കാര്യം ആഗ്രഹിച്ചാലും അമ്മ നടത്തി തരുന്നുണ്ട്. അത് കാരണം പിന്നെ എടുക്കുന്നു. 2 ദിവസങ്ങളിലായാണ് ചവറ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് മഹോത്സവം. ഭക്തിയും കലാപരവുമായ ഈ അപൂർവ ആചാരം വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നു. എനിക്കിഷ്ടമുള്ളത് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ കുഞ്ഞുങ്ങളെ മൂത്ത മോന് 1 വയസ്സ് തൊട്ട് എടുക്കുന്നുണ്ട് ചമയവിളക്ക്. ചെറിയ ആൾ ജനിച്ചത് കോവിഡ് ടൈമിലായതുകൊണ്ട് ഒരു 2 വർഷം എടുത്തില്ല. അപ്പോൾ ബാക്കി എല്ലാ വർഷവും ദേവിയുടെ മുന്നിൽ നമ്മുടെ ഒരു നേർച്ചയാണല്ലോ, ഏറ്റവും വലിയൊരു നേർച്ചയാണ്. അപ്പോൾ മക്കളെ അവർക്ക് താല്പര്യമുള്ള കാലത്തോളം വിളക്കെടുപ്പിക്കണം. നമ്മുടെ നാടിൻ്റെ വിശ്വാസമാണ്, നമ്മുടെ വിശ്വാസമാണ്. അക്ഷരാർത്ഥത്തിൽ സ്ത്രീകളെ തോൽപ്പിക്കുന്ന അംഗലാവണ്യത്തോടെ സ്ത്രീയായി അണിഞ്ഞൊരുങ്ങി ചമയവിളക്കെടുക്കാൻ കേരളത്തിന് പുറത്തു നിന്നെത്തുന്നവരുമുണ്ട്. ചമയപ്പുരകളിൽ കയറി ഒരുങ്ങിയിറങ്ങുമ്പോൾ കൂടെ വന്നവർ പോലും തിരിച്ചറിയില്ല. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വ്രതാനുഷ്ഠാനങ്ങളോടെ ദേവിക്ക് മുന്നിൽ ചമയവിളക്കെടുക്കുന്നു. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.
കേരളത്തിലാദ്യമായി ബയോഡിഗ്രേഡബിൾ എയർവേസ് ടെൻഡിംഗ് നടത്തി കൊച്ചി അമൃത ഹോസ്പിറ്റൽ. ശ്വാസനാളിയിലെ തടസ്സങ്ങൾ പരിഹരിക്കാനാണ് ഈ നൂതന മാർഗം സ്വീകരിക്കുന്നത്. 8 മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ 2 യുവതികൾക്കാണ് ശ്വസന പ്രക്രിയ സുഗമമാക്കിയത്. ശ്വാസകോശ ചികിത്സാ രംഗത്ത് നിർണായക നേട്ടവുമായി കൊച്ചി അമൃത ആശുപത്രി. കേരളത്തിൽ ആദ്യമായി ബയോഡിഗ്രേഡബിൾ എയർവേസ് ടെൻഡിംഗ് വിജയകരമായി നിർവഹിച്ചു. ഇതോടെ ക്ഷയരോഗാനന്തരമുണ്ടാകുന്ന ശ്വാസനാളിയിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ ഈ നൂതന മാർഗം സ്വീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 3ാമത്തെയും കേന്ദ്രമായി അമൃത ആശുപത്രി മാറി. അമൃതയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി ആൻഡ് കോംപ്ലക്സ് എയർവേ ഡിസോർഡേഴ്സ് വിഭാഗമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. ശ്വാസനാളിയിൽ കടുത്ത തടസ്സമുണ്ടായിരുന്ന 2 യുവതികളിലാണ് 8 മണിക്കൂർ നീണ്ട സങ്കീർണമായ ബ്രോങ്കോസ്കോപ്പിക് ശസ്ത്രക്രിയയിലൂടെ ശ്വസന പ്രക്രിയ സുഗമമാക്കിയത്. ശ്വസനനാളിയിലെ തടസ്സം നീക്കിയ ശേഷം സ്ഥാപിക്കുന്ന ഈ പ്രത്യേക സ്റ്റെന്റുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ശരീരത്തിൽ തന്നെ അലിഞ്ഞു ചേരുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് രോഗികൾക്ക് ഭാവിയിൽ കൂടുതൽ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സഹായിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഏകോപനത്തിന്റെയും ഫലമായാണ് ഈ അപൂർവ നേട്ടം കൈവരിക്കാനായതെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമണോളജി വിഭാഗം മേധാവി ഡോക്ടർ ടിങ്കു ജോസഫ് പറഞ്ഞു. ശസ്ത്രക്രിയയിൽ ഡോക്ടർ ഡോൺ ജോസ്, ഡോക്ടർ ശ്രീരാജ് നായർ തുടങ്ങിയവരും പങ്കാളികളായി. ക്ഷയരോഗാനന്തരമുണ്ടാകുന്ന ശ്വാസനാളി ചുരുങ്ങൽ, വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടൽ കൂടാതെ ശ്വാസനാളിയിലെ മറ്റ് തടസ്സങ്ങൾക്കും ഇത്തരത്തിലുള്ള ബയോഡിഗ്രേഡബിൾ എയർവേസ് ടെൻഡിംഗ് ചെയ്യുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കുമെന്നും ഡോക്ടർ ടിങ്കു ജോസഫ് കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയെ ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നെഞ്ചുവേദനയും ശ്വാസതടസ്സവും കാരണം ഇന്ന് പുലർച്ചെയാണ് സോണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിലെത്തി. 79-കാരിയായ സോണിയാഗാന്ധി നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP-യാണ്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേരളത്തോടൊപ്പം ശ്രീ ദിലീപ്, സ്വാഗതം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക്. ഇങ്ങനെയാകും ഇന്നിപ്പോൾ വിപണിയിലെ നീക്കങ്ങളൊക്കെ? പശ്ചിമേഷ്യൻ സാഹചര്യം ഏതാണ്ട് വലിയ മാറ്റമില്ലാതെ തുടരുന്നതെല്ലാം വിപണിയിൽ പ്രതിഫലിക്കുന്നുണ്ടല്ലോ. ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഗോള വിപണികളിൽ വലിയൊരു നിക്ഷേപ താല്പര്യം ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, വളരെ അതിവിൽപ്പനയിലായിരുന്ന ഇന്ത്യൻ വിപണിയിൽ താഴ്ന്ന നിലവാരത്തിൽ നിക്ഷേപകർ വീണ്ടും ഓഹരികൾ വാങ്ങാനുള്ള താല്പര്യം കാണിച്ചതും വിപണിയെ മുന്നോട്ട് നയിക്കുന്നു. എന്നാൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇപ്പോഴും വിപണിയിൽ അറ്റ വിൽപ്പനയിൽ തന്നെയാണ്. ഈ ഒരു മാസം ഇതുവരെ ഏതാണ്ട് 1 ലക്ഷം കോടിയോളം രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തും ഉണ്ടായത്. എന്നാൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ വളരെ യഥാസ്ഥിതി വിപണിയിൽ ഇടപെട്ടതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ വലിയൊരു വീഴ്ചയിൽ നിന്നും വിപണി കരകയറിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വിപണിയിൽ ഒരു നേരിയ തോതിലുള്ള നിക്ഷേപ താല്പര്യം തുടർന്നേക്കാമെന്ന് തന്നെയാണ് കരുതുന്നത്. അത്രയും ആകർഷകമായ വിലയിലാണ് പല ഓഹരികളിലും ഇപ്പോൾ നിലകൊള്ളുന്നത് തന്നെ. പ്രത്യേകിച്ചും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ മേഖലയിലും IT മേഖലയിലും എല്ലാം ഉണ്ടായിട്ടുള്ള വലിയൊരു വിൽപ്പന നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു നിക്ഷേപം ക്രമപ്പെടുത്തുന്നതിന് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തേണ്ടത് കൂടിയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ പല ഓഹരികളുടെയും വില നിൽക്കുന്നു. പ്രത്യേകിച്ചും മുൻനിര ഓഹരികളോടൊപ്പം തന്നെ രണ്ടാംതര ചെറുകിട ഓഹരികളിലും വലിയ രീതിയിലൊരു നഷ്ടത്തിലേക്ക്, തിരുത്തലിലേക്ക് കഴിഞ്ഞ ഈ ഒരു മാസത്തെ വിപണിയിലെ നീക്കം എത്തിച്ചിരുന്നു. ഇതിന് പ്രത്യേകിച്ചും രണ്ടാംതര ചെറുകിട ഓഹരികളുടെ കാര്യത്തിൽ 20 മുതൽ 30% വരെയാണ് പല ഓഹരികളിലും ഇടിവുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു താഴ്ന്ന നിലവാരത്തിലൊരു നിക്ഷേപം ക്രമപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉള്ളിടത്തതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വിപണിയിൽ ഒരു തിരിച്ചുകയറ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായതും ഈ വരും ദിവസങ്ങളിലും ആ രീതിയിലൊരു നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മുൻനിര സൂചിയായ നിഫ്റ്റിയുടെ 23,000 എന്ന നിലവാരമാണ് പ്രധാനമായ നിലവാരത്തിന് മുകളിൽ നിലനിന്ന വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ 23,500 ഭേദിച്ച് വ്യാപാരം തുടരാനുള്ള സാധ്യതയുണ്ട്. ഇന്നെന്തായാലും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. കോഴിക്കോട് അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ പിന്തുണ തേടി BJP കോഴിക്കോട് നോർത്ത് മണ്ഡലം സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്. ജനങ്ങളിൽ നിന്നുള്ള പിന്തുണ കാണുമ്പോൾ വിജയപ്രതീക്ഷയുണ്ടെന്നും നവ്യ അമൃത വാർത്തകളോട് പ്രതികരിച്ചു. നവ്യ ഹരിദാസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കാണാൻ വേണ്ടി എത്തിയതാണ്. എന്താണ് പിതാവ് പറയുന്നത്? പിതാവിൻ്റെ അനുഗ്രഹവും പിതാവിൻ്റെ കയ്യിൽ നിന്നൊരു സമ്മാനമൊക്കെ ലഭിച്ചിട്ടാണ് പോകുന്നത്.
അനുഗ്രഹവും ലഭിച്ചു. തീർച്ചയായിട്ടും ഒരു മാറ്റം വരണം എന്ന് തന്നെയുള്ള അഭിപ്രായമാണ് എല്ലാവരുടെയും ഭാഗത്തുനിന്ന്. അത് പിതാവും പങ്കുവച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമ്മുടെ നോർത്ത് മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചപ്പാടുമായിട്ട് മുൻപോട്ട് പോകുന്ന ഈ പ്രയാണത്തിൽ കഴിഞ്ഞ 5 ദിവസക്കാലത്തെ പര്യടനത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നോർത്ത് മണ്ഡലത്തിൽ ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ട്. വികസന സാധ്യതകൾ ഒരുപാടുള്ള മണ്ഡലം. പക്ഷേ ആ സാധ്യതകളിലേക്കൊന്നും ഇതുവരെ കടന്നു ചെല്ലാതിരുന്ന ജനപ്രതിനിധികളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത്തവണ വോട്ടർമാർ നേരിടാൻ പോകുന്നത്. ഈ കാലങ്ങളായിട്ടുള്ള പ്രകടന പത്രികയിൽ ഒതുങ്ങി നിൽക്കുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം തടയിട്ടുകൊണ്ടും അവർക്ക് ലഭിക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരത്തിലേക്ക് എത്തിക്കാതെ ഇതിൽ നിന്നെല്ലാം വിഭിന്നമായി നിന്നുകൊണ്ട് സ്വാർത്ഥത മാത്രം നിലനിർത്തി പോകുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഭരണപക്ഷം മാറുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം ഞങ്ങളിലൂടെ നോർത്ത് മണ്ഡലത്തിൽ സാധ്യമാകുമെന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസം. കഴിഞ്ഞ തവണ കെ ബാബു ചെറിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചതെങ്കിൽ ഇത്തവണ ആധികാരിക ജയം ഉണ്ടാകുമെന്ന് തൃപ്പൂണിത്തുറ UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്. കടുത്ത ചൂടിലും വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി. AT അശ്വതി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇങ്ങനെ ചൂട് പിടിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ദീപക് ജോയിയാണ് നമുക്കൊപ്പം ഉള്ളത്. വലിയ ചൂടാണ്, ആവേശം ആ ചൂടിൽ തന്നെയാണ്. ചൂട് തന്നെയാണ് ആവേശം. തീർച്ചയായിട്ടും എല്ലാ ഇലക്ഷനുകളും ഭയങ്കര വെയിലുള്ള സമയത്ത് തന്നെയാണ് ഇലക്ഷനുകൾ. തീർച്ചയായിട്ടും ഇലക്ഷൻ ആവേശമാണ്, ഒരു ഉത്സവമാണ്, ജനാധിപത്യത്തിൻ്റെ ഉത്സവമല്ലേ. തീർച്ചയായിട്ടും അത് ആഘോഷിച്ച് എന്നുള്ള തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ ഒരു ക്ഷേത്ര നഗരിയാണ്. വലിയ വികസനത്തിന് സാധ്യതയുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. വലിയ വികസനം നടന്ന് മെട്രോ ഉൾപ്പെടെ വന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. തീർച്ചയായിട്ടും വലിയ സാധ്യതകളുണ്ട്. വലിയ വിജയം കരസ്ഥമാക്കും UDFിൻ്റെ 35 വർഷത്തെ മികച്ച ഭരണത്തിന് തുടർച്ചയുണ്ടാവും. കെ ബാബു അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ചെറിയ മാർജിനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും? ഇത്തവണ തീർച്ചയായിട്ടും വലിയ മാർജിനിൽ തന്നെ ആയിരിക്കും വിജയം. തീർച്ചയായിട്ടും ഇവിടെ UDFിന് അനുകൂലമായ തരംഗമാണ്. കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന LDFിനുണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും ഉൾപ്പെടെ കോൺഗ്രസ് തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ്സിന് വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാക്കും. തീർച്ചയായിട്ടും വലിയ ആവേശത്തിലാണ് പ്രവർത്തകരെല്ലാം തന്നെ. ഈ മത്സരം കടുക്കും, ഒരു വലിയ മത്സരം ഉണ്ടാകുമെന്ന് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായിട്ടും വലിയ സാധ്യതകളുള്ള മണ്ഡലമാണ്. വലിയ വിജയം കരസ്ഥമാക്കും. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം സിറ്റിംഗ് MLA ആണ്, മണ്ഡലം മാറി മത്സരിക്കുന്നു. അതിനെ എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണെന്ന് LDF വ്യക്തമാക്കണം. ഒരു തവണ MLA ആയ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും സിറ്റിംഗ് MLAമാർക്കെല്ലാം അതേ മണ്ഡലം തന്നെ അവസരം കൊടുത്താണ് ഇടതുപക്ഷം. അപ്പോൾ എന്തുകൊണ്ട് മണ്ഡലം മാറ്റി എന്നൊക്കെ ഉള്ളത് ജനങ്ങളെ ആലോചിക്കട്ടെ. ജനങ്ങളോട് CPM തന്നെ വിശദീകരിക്കാൻ തയ്യാറാകട്ടെ. ഈ സ്ഥാനാർത്ഥിത്വ നിർണയം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് വൈകി, അത് ഈ പ്രചരണത്തെ ബാധിച്ചിട്ടുണ്ട്? ഒരിക്കലുമില്ല. തീർച്ചയായിട്ടും കോൺഗ്രസ് പട്ടിക വന്നതിന് ശേഷം എല്ലാവരും തന്നെ വലിയ ആവേശത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രവർത്തകരും ജനങ്ങളുമെല്ലാം കോൺഗ്രസിനെയാണ് 10 വർഷത്തെ ദുർഭരണം തുടച്ചു നിൽക്കാൻ കോൺഗ്രസിനെ ആകുള്ളൂ. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ എത്തിച്ചേരും. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ NDA ഇവിടെ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചതാണ് തൃപ്പൂണിത്തുറയിൽ. അപ്പോൾ അതൊക്കെ ഇത്തവണ ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നു. UDF തന്നെയാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. UDFന് കഴിഞ്ഞ തവണത്തെക്കാട്ടിയും കൂടുതൽ സീറ്റുകൾ ലഭിച്ചു. NDA മുന്നേറ്റം ഉണ്ടായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും UDFിൻ്റെ മുന്നേറ്റം വലിയ തോതിലുണ്ടായിട്ടുണ്ട്. UDFന് കഴിഞ്ഞ തവണത്തെക്കാട്ടിയും നില മെച്ചപ്പെടുത്തി. 2 പഞ്ചായത്തുകൾ തിരിച്ചു പിടിച്ചു. അപ്പോൾ നല്ല മുന്നേറ്റത്തിൽ തന്നെ മുന്നോട്ട് പോകും. അപ്പോൾ എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആധികാരികമായ ഒരു വിജയം എന്തായാലും ആധികാരികമായ വിജയം തന്നെ ഉണ്ടാവും. വലിയ ഭൂരിപക്ഷം ഉണ്ടാവും. എന്തായാലും ആശംസകൾ. ചൂടാണ്, പക്ഷേ അതിനൊന്നും വകവയ്ക്കാതെ ഇതുപോലെ സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ മണ്ഡലത്തിൽ ഈ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ക്യാമറാമാൻ ബിവിൻ ആലുവയ്ക്കൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. കോട്ടയത്തിന്റെ വികസനത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA തടസ്സം സൃഷ്ടിക്കാൻ നോക്കിയെന്ന് LDF സ്ഥാനാർത്ഥി K അനിൽകുമാറിന്റെ ആരോപണം. ബൈപ്പാസുകൾ ഉണ്ടാക്കി മാത്രമേ കോട്ടയത്തെ ഗതാഗതക്കുരുക്ക് അഴിക്കാൻ കഴിയൂ. കേരളത്തിലെമ്പാടും LDF വിജയിക്കുമ്പോൾ കോട്ടയവും അതിലുണ്ടാകുമെന്നും അനിൽകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു.
കോട്ടയത്തെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ് എന്നോടൊപ്പം ഉള്ളത്. മീനച്ചിലാർ, മീനാന്തരയാർ, കൊടൂരാർ പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി വീണ്ടെടുത്ത പ്രദേശങ്ങളിലൂടെ അദ്ദേഹം ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു തിരക്കിലാണ്. അലിയേട്ടാ, ഈ മീനാന്തരയാർ, കൊടൂരാർ, മീനച്ചിലാർ ഈ പുനർസംയോജന പദ്ധതിയിൽ തെളിയിച്ച പാതയിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി ബോട്ട് പോകത്തില്ലായിരുന്നു. കോട്ടയത്തിനുള്ള ബോട്ട് തടസ്സപ്പെട്ട് കിടന്നു. അത് കാഞ്ചനപുരം വരുവുള്ളായിരുന്നു. ഞങ്ങളാണ് ഈ പുഴ തെളിച്ച് ബോട്ട് വരുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയത്. ഇപ്പം പഴുക്കാന്തലക്കായൽ തെളിക്കുന്ന പദ്ധതിയിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. 103 കോടി രൂപയുടെ പദ്ധതിയാണ് അനുഭവിച്ചിരിക്കുന്നത്. അതിന് ടെൻഡർ നടപടികൾ പൂർത്തിയായി. പാരിസ്ഥിതിക അനുമതി ഇന്നലെ കിട്ടിയിട്ടുണ്ട്. വേഗത നടപ്പാക്കും. ഈ പുഴകളിലെ കുരുക്കഴിച്ച പോലെ റോഡിലെ കുരുക്കഴിക്കാൻ ഒരവസരം കോട്ടയത്ത് തരണം. ഇതാണ് ഞങ്ങൾ നാട്ടിലെ ജനങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ കുരുക്കഴിക്കാൻ ഒരു പദ്ധതി കൊണ്ടുവന്ന് അവിടെ തുരുമ്പെടുത്ത് നിൽക്കുകയാണ്. അതെ, അതിന് കോട്ടയത്തിന് MC റോഡിന് ബൈപ്പാസ് ഉണ്ടാക്കണം. കഞ്ഞിക്കുഴിയിൽ ബൈപ്പാസ് വേണം. ചിങ്ങമരത്ത് ബൈപ്പാസ് വേണം. അത് സാധ്യമാക്കാം കിബി ഉണ്ടെങ്കിൽ. ആകാശപാത അധികാരത്തിൽ വന്ന 4 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഇപ്പോൾ നിലവിലെ MLA പറയുന്നത്. അല്ല, അതിൻ്റെ മേലിൽ ആര് കയറാനാണ്? 2, അത് പൂർത്തീകരിക്കണ സ്ഥലം ഏറ്റെടുക്കണ്ടേ? എവിടെയാണ് ലിഫ്റ്റ് വെക്കുന്നത്? യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ സമ്മതമാണത്. കോട്ടയത്തെ ഈ കഴിഞ്ഞ കാലയളവിൽ ഇപ്പോൾ 10-15 വർഷമായുള്ള ഒരു വികസനത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? 2016-11 ശേഷം ഇങ്ങോട്ടുള്ള കോട്ടയത്ത് വികസനം മുടക്കുകയാണ് ബഹുമാനപ്പെട്ട MLA ചെയ്തത്. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ 219 കോടി രൂപയുടെ 10 നില കെട്ടിടത്തിൻ്റെ പദ്ധതി എന്തായി? മണ്ണെടുപ്പിൻ്റെ പേരിൽ ആരാണ് തടസ്സം ഉണ്ടാക്കിയത്? കോടിമതയിലെ 2ാമത്തെ പാലം, അവിടെ സ്ഥലം ഏറ്റെടുക്കാതെ ടെൻഡർ കൊടുത്തു. അവസാനം സ്ഥലം ഇല്ലാത്തതിൻ്റെ അപ്രോച്ച് റോഡ് പണിയാതെ അത് ഇട്ടേച്ച് പോയി. 12 കോടി രൂപ അവിടെയൊക്കെ അത് പൂർത്തീകരിക്കുന്നു ഇപ്പോൾ LDF സർക്കാർ. BMPC നിലവാരത്തിൽ കേരള സർക്കാർ ചെയ്തതിൻ്റെ തുടർച്ചയായി കോട്ടയത്തെ എല്ലാ റോഡുകളും BMPC നിലവാരത്തിലാക്കി. അത് കേരള സർക്കാരിൻ്റെ ക്രെഡിറ്റാണ്. കിബിയാണ് അക്ഷരഭീഷണി ഉണ്ടാക്കിയത്. കിബിയാണ് ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്ക് 62 കോടി വയ്ക്കുന്നത്. LDF സർക്കാർ നടപ്പാക്കാനാവും, ബാക്കി കൂടി ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ തവണ തിരുവഞ്ചൂരിൻ്റെ ഭൂരിപക്ഷം വലിയ തോതിൽ കുറയ്ക്കാൻ അനിലേട്ടൻ്റെ പോരാട്ടത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ എങ്ങനെയാണ് കാണുന്നത്? ഇത്തവണ പേരിൽ തന്നെ 100% LDFന് വിജയം നേടാൻ കഴിയുമെന്ന് ആത്മവിശ്വാസമാണ് LDFനുള്ളത്. അതിന് കാരണം, ഒന്ന്, കോട്ടയം നഗരത്തിലുണ്ടായിരുന്ന UDFൻ്റെ വോട്ടുകളിൽ വലിയ മാറ്റം വന്നു. മുമ്പ് കോൺഗ്രസ്സുകാരായിരുന്നവർ അവിടെ സ്ഥിരതാമസാക്കിയിരിക്കുന്ന കുറേ ആളുകൾ വിട്ടുപോയി. 27,000 വോട്ട് കുറവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ. LDFൻ്റെ വോട്ടുകളിൽ യാതൊരു കുറവുമില്ല. വിജയം ഉറപ്പാണ്. ഒരു എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു അനിൽകുമാർ ഉണ്ട്. അതൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യമില്ല. ബാലറ്റിൽ നമ്മൾ 1ാം സ്ഥാനത്തായിരിക്കും. തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിൽ നമ്മൾ 1ാം സ്ഥാനത്തായിരിക്കും. ഭൂരിപക്ഷം എത്രത്തോളം വരുമെന്നാണ് കരുതുന്നത്? അത് അടുത്ത ഘട്ടത്തിലേ പറയാൻ കഴിയൂ. ഇപ്പം നല്ലൊരു തരംഗം താഴെ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ LDFന് അനുകൂലമായ തരംഗം തന്നെയാണ് മണ്ഡലം. കേരളത്തിൽ LDF ജയിക്കുമ്പോൾ കോട്ടയത്ത് പിന്നെ LDF അല്ലാതെ ആര് ജയിക്കാൻ? തീർച്ചയായും LDF അല്ലാതെ മറ്റാര് എന്ന ഒരു മുദ്രാവാക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDF ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ കോട്ടയത്തും LDFന് അനുകൂലമായ ഒരു തരംഗം തന്നെയാണ്. ഭൂരിപക്ഷം അടുത്തൊരു ഘട്ടത്തിൽ മാത്രമേ പ്രവചിക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഉറപ്പാണ് വിജയം എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറയുന്നത്. ക്യാമറമാൻ ജിത്തുകൃഷ്ണനൊപ്പം പ്രശാന്ത് ജോസഫ്, അമൃത ന്യൂസ്. ആലുവ ഉളിയന്നൂരിലെ പ്രേമം പാലം നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ പ്രേമം സിനിമയിലെ അഭിനേതാവ് സിജു വിൽസൺ ഒപ്പം P രാജീവുമുണ്ട്. അവർ പാലത്തിലൂടെ നടക്കുകയായിരുന്നു. അവരുടെ ഒരു ബൈറ്റ് ഉണ്ട്, അത് കാണാം. എനിക്ക് എൻ്റെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഞാനത് ജീവിതത്തിൽ പാലിച്ചു പോകുന്നതാണ്. അപ്പോൾ ബാക്കി ഈ പറയുന്ന പോലെ നമുക്ക് കാണാം. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടറിയാം എങ്ങനെയെന്നുള്ളത്. നോക്കി നടക്കണേ കേട്ടോ, സൈഡ് നോക്കണേ സലീം. UDFനെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായ മണ്ഡലമാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയമസഭാ മണ്ഡലം. എന്നാൽ കൊടുവള്ളിയുടെ മണ്ണിൽ UDFനെ വിറപ്പിച്ച ഒരു ചരിത്രമുണ്ട് LDFന്. 2006-ലും 2016-ലും ഉണ്ടായ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചാണ് LDF 2026-ൽ ഇവിടെ പോരിനിറങ്ങുന്നത്. MM രാഗേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സ്വർണ്ണ വ്യാപാരത്തിലൂടെ പേരുകേട്ട കൊടുവള്ളി രാഷ്ട്രീയമായി ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലം എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. 1957 മുതൽ 2001 വരെ UDFന്റെ അപ്രമാദിത്യമുള്ള മണ്ഡലം 2006-ലാണ് ആദ്യമായി കൈവിടുന്നത്. മുസ്ലിം ലീഗിൽ നിന്നെത്തിയ PTA റഹീമിനെ സ്വതന്ത്രനായി മുന്നിൽ നിർത്തി LDF നടത്തിയ തന്ത്രപരമായ നീക്കത്തിൽ UDFന് കാലിടറി. 7500-ലധികം വോട്ടുകൾക്കാണ് K മുരളീധരനെ PTA റഹീം അടിയറവ് പറയിപ്പിച്ചത്. പക്ഷേ 2011-ൽ VM ഉമ്മറിലൂടെ 16,552 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വീണ്ടും UDF മണ്ഡലം തിരിച്ചുപിടിച്ചു. 2016 എത്തിയപ്പോൾ വീണ്ടും മണ്ഡലത്തിൽ LDFന്റെ ചെക്ക്. 2006-ന്റെ തനിയാവർത്തനം.
ലീഗിൽ നിന്നും സ്വതന്ത്രനായി കൊണ്ടുവന്ന കാരാട്ട് റസാക്കിലൂടെ MA റസാക്കിനെതിരെ 573 വോട്ടുകൾക്ക് LDFന് ജയം. ഇത്തവണ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന നേതാവ് PK ഫിറോസാണ് സ്ഥാനാർത്ഥിയെന്നത് UDF ക്യാമ്പിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എൻ്റെ ഒരു നാട് തന്നെയാണ്, ഞാൻ പഠിച്ചു വളർന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തൊരു ജനപ്രതിനിധിയാവാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരുപാട് മുതിർന്ന നേതാക്കന്മാർ, വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാർ ജനപ്രതിയായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അഹമ്മദ് സാഹിബ് മുതൽ ഏറ്റവും ഒടുവിൽ ഡോക്ടർ MK മുനീർ വരെയുള്ള ഒരു നിര പരിശോധിച്ചാൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ. അപ്പോൾ അവരുടെ ഒരു പിന്മുറക്കാരൻ എന്ന രീതിയിലൊരു യുവ ജനപ്രതിനിധിയായി പാർട്ടി മത്സരിക്കാൻ അവസരം നൽകുക എന്ന് പറയുന്നത് വ്യക്തിപരമായി വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. UDF ക്യാമ്പിലെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച CPM വീണ്ടും സ്വതന്ത്രനെയാണ് അവതരിപ്പിക്കുന്നത്. സീറ്റ് അധികം ചോദിച്ച RJDയിൽ നിന്നുമുള്ള നേതാവ് സലീം മടവൂരാണ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി. കാന്തപുരം വിഭാഗത്തിന്റെ പിന്തുണയും നാട്ടുകാരൻ എന്ന പരിഗണനയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. 20 വർഷത്തിൻ്റെ ഇടയ്ക്ക് എന്നെ ഒരാവശ്യത്തിന് പാതിരാത്രി വിളിച്ചിട്ട്, രാത്രി 10 മണിക്കും രാവിലെ 6 മണിക്കും പകലുണ്ടാവും കേട്ടോ, ആ സമയത്ത് എന്നെ മൊബൈൽ ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കി വെക്കുകയോ സൈലൻ്റ് ആക്കി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കോളും എടുത്തിട്ടുണ്ട്, ഞാൻ ഇടപെട്ടിട്ടുണ്ട്, പോകേണ്ടത് പോയിട്ടുണ്ട്, വിളിക്കേണ്ടത് വിളിച്ചിട്ടുണ്ട്, സഹായം എത്തിക്കേണ്ടത് എത്തിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരാളുടെ കോൾ മിസ്ഡ് കോൾ ആയിപ്പോയി അല്ലെ ഞാൻ എടുക്കാതിരുന്ന ഒരാളുണ്ടെങ്കിൽ അത് പറയട്ടെ. അപ്പോൾ ഞാൻ പൂർണ്ണമായും ജനങ്ങളെ സേവിക്കാൻ സന്നദ്ധനാണ്. എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും, അവരുടെ കൂടെ ഞാൻ പ്രവർത്തിക്കും. 2006ലും 2016ലും മുസ്ലിം ലീഗിൽ നിന്നുള്ള വിമതരെ മുന്നിൽ നിർത്തിയാണ് UDFനെ LDF തോൽപ്പിച്ചത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLA കാരാട്ട് റസാക്കിനെ 6344 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് MK മുനീർ പരാജയപ്പെടുത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. 2006ലും 2016ലും LDF, 2026ൽ കൊടുവള്ളി ആരെ പിന്തുണയ്ക്കുമെന്ന് കാത്തിരുന്ന് കാണാം. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയം ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. പട്ടയ വിതരണവും നിർമ്മാണ നിരോധനം ഒഴിവാക്കിയതും ഗുണമാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്തെ തട്ടിപ്പ് പ്രഖ്യാപനങ്ങൾ വോട്ടർമാർ തിരിച്ചറിയുമെന്നാണ് UDFന്റെയും NDAയുടെയും വാദം. പതിറ്റാണ്ടുകളായി ഇടുക്കിയിലെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയം ഭൂപ്രശ്നങ്ങളാണ്. പട്ടയം, നിർമ്മാണ നിരോധനം എന്നിവയെല്ലാം ഇത്തവണയും പ്രധാന ചർച്ചയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലാണ് നിർമ്മാണ നിരോധനം നീക്കിയത്. ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്തതും LDFന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും. ഇപ്പോൾ ഇടുക്കിയിലെ ജനങ്ങൾ സുരക്ഷിതരാണ്. ഒന്ന്, റെഗുലറൈസേഷൻ പ്രകാരം ചെയ്ത നിർമ്മിതികളെല്ലാം ക്രമവൽക്കരിക്കപ്പെട്ടു. 2, പുതിയ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്ന ആവശ്യത്തിന് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള വിജ്ഞാപനവും ഇറങ്ങിക്കഴിഞ്ഞു. എന്നാൽ 10 വർഷമായി പരിഹരിക്കാതെ കിടന്ന ഭൂവിഷയങ്ങൾ സർക്കാരിന്റെ അവസാന കാലത്ത് പരിഹരിച്ചു എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് തട്ടിപ്പാണെന്ന് UDF ആരോപിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മന്ത്രിസഭാ തീരുമാനം ശരിയാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരാൾക്ക് ഒരു NOC കൊടുക്കുക, ഒരാൾക്ക് ഒരു പെർമിറ്റ് കൊടുക്കുക, ഇത്രയും പറയുന്നു. ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ടും ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇരുകൂട്ടരും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും NDA ആരോപിച്ചു. കഴിഞ്ഞ 20 വർഷം MLA ആയിട്ടും 5 വർഷം മിനിസ്റ്ററായിട്ടും ഒക്കെ ഈ ഇടുക്കി മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ഇടുക്കിയുടെ വികസനത്തിന് യാതൊരു തരത്തിലുള്ള പ്രാധാന്യവും കൊടുത്തിട്ടില്ല, യാതൊരു ശ്രദ്ധയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഭൂനിയമ ഭേദഗതി, നിർമ്മാണ നിരോധനം തുടങ്ങിയവയ്ക്കൊപ്പം ഷോപ്പ് സൈറ്റ് പട്ടയം, 10 ചെയിൻ പട്ടയം തുടങ്ങിയവയും ഇടുക്കിയിലെ തിരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. അമൃത ന്യൂസ്, ഇടുക്കി. തളിപ്പറമ്പ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ ഭാര്യയായ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം KP രമണിയെ CPM പുറത്താക്കി. UDFന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ നടപടി. മലപ്പട്ടം പഞ്ചായത്ത് പ്രസിഡന്റായും ബ്ലോക്ക് പ്രസിഡന്റായും രമണി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. TK ഗോവിന്ദൻ CPM വിട്ടതിന് പിന്നാലെ ഭാര്യയും സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. കണ്ണൂരിൽ വനിതകളെ അണിനിരത്തി ശ്രദ്ധേയമായ ഒരു വാഹന പ്രചരണ ജാഥ LDF സംഘടിപ്പിച്ചു. തളിപ്പറമ്പ് സ്ഥാനാർത്ഥി PK ശ്യാമള, പേരാവൂർ സ്ഥാനാർത്ഥി KK ശൈലജ എന്നിവരോടൊപ്പം PK ശ്രീമതിയും ഉണ്ടായിരുന്നു. തളിപ്പറമ്പ് നിന്നും മയ്യിൽ വരെ സംഘടിപ്പിച്ച പരിപാടി സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി.
തളിപ്പറമ്പ് മണ്ഡലത്തിൽ വ്യത്യസ്തമായ പ്രചരണവുമായാണ് ഇപ്പോൾ LDF മുന്നിട്ടിറങ്ങുന്നത്. ഇത്തരത്തിൽ വനിതാ സംഗമം എന്ന രീതിയിൽ വനിതാ വാഹന പ്രചരണം നടത്തുകയാണ്. തളിപ്പറമ്പ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശ്യാമള, പേരാവൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള KK ശൈലജ എന്നിവർക്കൊപ്പം മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള PK ശ്രീമതിയും ഒപ്പം ചേർന്ന് വലിയ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. ആദ്യഘട്ട പ്രചരണങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്കാണ് LDF കടന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ LDF വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായാണ് മഹിളാ കൂട്ടായ്മ തളിപ്പറമ്പിൽ ഒത്തുചേർന്നത്. മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതിയും സ്ഥാനാർത്ഥികൾക്കൊപ്പം ചേർന്നു. കടുത്ത മത്സരം നടക്കുന്ന പേരാവൂരിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്തമായ പ്രചരണ രീതികൾ സ്വീകരിക്കുമല്ലോ. ആ കൂട്ടത്തിൽ മഹിളാ അസോസിയേഷന്റെ നേതാക്കളാണ് ഞാനും ശ്രീമതി ടീച്ചറും ശ്യാമള ടീച്ചറെ വിജയിപ്പിക്കുക എന്നുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളെല്ലാം മറന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് തളിപ്പറമ്പ് മണ്ഡലത്തിൽ LDF പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. നീണ്ട 9 വർഷത്തെ ചരിത്രപരമായ കരിയറിന് ശേഷം മുഹമ്മദ് സലാ ലിവർപൂൾ വിടും. 2027 വരെ കരാർ നിലവിലുണ്ടെങ്കിലും 1 വർഷം മുൻപേ പരസ്പര സമ്മതത്തോടെ സലാ ആൻഫീൽഡിനോട് വിട പറയും. 435 മത്സരങ്ങളിൽ നിന്ന് 255 ഗോളുകൾ നേടിയ താരം ക്ലബിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ 3-ാം സ്ഥാനത്താണ്. സലായുടെ അടുത്ത ക്ലബ് ഏതാണെന്ന് വ്യക്തമല്ലെങ്കിലും സൗദി പ്രോ ലീഗിലേക്കോ അമേരിക്കൻ ലീഗിലേക്കോ മാറാനാണ് സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ. IPL ടീം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ആദിത്യ ബിർള ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കൺസോർഷ്യം സ്വന്തമാക്കി. 18,600 കോടി രൂപയ്ക്കാണ് ഡീൽ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 2026 IPL സീസണിന് ശേഷമായിരിക്കും കൈമാറ്റം നടക്കുക. റിപ്പോർട്ടറുടെ ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.